നാട് മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് നടന്ന അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പാർട്ടിക്ക് ഒരാളെ കിട്ടിയിരിക്കുന്നു. CPM-ന്റെ ചാവേർപ്പടകളിൽപ്പെട്ട ഏറ്റവും പ്രധാനിയായ M. സ്വരാജിന് തന്നെയാണ് ആ നറുക്കു വീണിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പല സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടുവെങ്കിലും CPM നിർത്തിയ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അന്ന് വിജയിച്ചിരുന്നു. എന്നാൽ അപ്പോഴും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാള് ആകെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി CPM അവരോധിച്ചിട്ടുള്ള M. സ്വരാജ് എന്ന ഈ നിർഭാഗ്യവൻ മാത്രമായിരുന്നു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവായ K. ബാബുവിനോടാണ് സ്വരാജ് അന്ന് വളരെ ദയനീയമായി പരാജയപ്പെട്ടത്. ആ വിഷമം ഇന്നും സ്വരാജിൽ നിന്നും വിട്ടുപോയിട്ടുമില്ല. അതിൻ്റെ ഒരു മകുടോ ഉദാഹരണമാണ് വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയമായിട്ട് പോലും കഴിഞ്ഞ തവണ താൻ ബാബുവിനോട് തോറ്റതല്ല, ബാബു നിയമവിരുദ്ധ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് താൻ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും K. ബാബുവിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികളുമൊക്കെ സ്വരാജ് ഇപ്പോൾ കയറി ഇറങ്ങുന്നത്. നിയമസഭയുടെ കാലാവധി തീരാറായ ഈ സമയത്തും സ്വരാജ് നൽകിയ ഈ കേസിന് ഒരു തീർപ്പും ഇപ്പോൾ വരെ ആകാത്തതിനാൽ മാനസിക വിഷമത്തിലായിട്ടുള്ള സ്വരാജ് ഇനി താൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല എന്ന് പോലും ഒരു തവണ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. എങ്കിൽ പോലും പാർട്ടിയിലെ മറ്റാരേക്കാളും ബുദ്ധിയും വിവേകവും വിവരവുമുള്ള ഒരാളാണ് താനെന്ന് സ്വയം ധരിക്കുന്ന ഒരാളാണ് M. സ്വരാജ്. CPM-ലെ ഒരു ബുദ്ധിജീവിയാണ് താനെന്ന് അത് മറ്റുള്ളവരെ കൊണ്ട് ധരിപ്പിക്കുകയും അദ്ദേഹം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾക്ക് മാത്രമല്ല സ്വന്തം പാർട്ടി അംഗങ്ങൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധ്യമാവാത്ത, അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സ്വരാജിനെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശമാണത്രേ. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് 2 തവണ MLA ആയി അവസാനം ഇടതുപക്ഷ പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് രാജിവെച്ച ആ ഒഴിവിലേക്കാണല്ലോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDF-ൽ നിന്നും പടിയിറങ്ങി പുറത്തു വന്നാലും UDF-ലേക്ക് ചേക്കേറി അങ്ങനെ അവരുടെ അഡ്രസ്സിൽ നിന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുകയും വീണ്ടും MLA ആയി വിജയിക്കുകയും ചെയ്യാമെന്ന ആ അൻവറിൻ്റെ ധാരണയ്ക്കാണ് വലിയ തിരിച്ചടി എന്ന വണ്ണം നിലമ്പൂരിലെ അൻവറിൻ്റെ മുഖ്യ ശത്രുവിനെ തന്നെ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ UDF അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായി ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആ തീരുമാനത്തിൻ്റെ ഭാഗമായി പല ആളുകളെയും CPM അവിടെ സമീപിച്ചിരുന്നു. ക്രൈസ്തവ മേഖലയിലെ പ്രധാനികളെയും കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ടവരെയും അങ്ങനെ ഡോക്ടർമാരെയും വക്കീലന്മാരെയും ഒക്കെ അങ്ങനെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി സ്ഥാനാർത്ഥിയാക്കുവാൻ ശ്രമം നടത്തിയുമെങ്കിലും CPM-ന്റെ ആ കെണിയിൽ വീഴുവാൻ ആരും തയ്യാറായില്ല എന്ന് വന്നതോടുകൂടിയാണ് അവസാന നിമിഷം ഇപ്പോൾ നേർച്ച കോഴിയെ പോലെ M. സ്വരാജിനെ നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വരാജിന്റെ പേര് നിർദ്ദേശിക്കുവാൻ കാരണം ഭാവിയിൽ പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ആ പ്രതിയോഗികളായവരുടെ ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനിയാണെന്നൊരു കാരണവും അതുകൊണ്ട് സ്വരാജിനെ വളരെ തന്ത്രപരമായി ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ് പിണറായി സ്വരാജിനോട് ഈ കൊടും ചതി ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറമേയുള്ളൊരു സംസാരം. ഏതായാലും നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളാണ് M. സ്വരാജ് എങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങളുമായി യാതൊരു ബന്ധവും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഇല്ലാത്ത ഒരാളുമാണ് ഈ സ്വരാജ്. നിലമ്പൂരാണ് സ്വദേശമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇപ്പോൾ ലക്കും ലഗാനുമില്ലാതെ അങ്ങ് തെക്കു വടക്കണമെന്ന് മാത്രം. അവിടുത്തെ അതെല്ലാം ഈ പാർട്ടിക്കാർക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് സ്വരാജിന് നിലമ്പൂരിൽ ഒരു ചലനവും ഉണ്ടാക്കാനാവില്ലെന്ന് മറ്റാരേക്കാളും CPM പ്രവർത്തകർക്കും നന്നായിട്ടറിയാം. എന്നാൽ TV അൻവറും അതേപോലെ UDF-ഉം തമ്മിലുള്ള പ്രശ്നങ്ങൾ പര്യവസാനിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ LDF-ന്റെ കുറച്ചെങ്കിലും മേൽക്കോയ്മ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നൊരു ധാരണയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അൻവർ ഉയർത്തിയ ആ വെല്ലുവിളി അതിനെ നേരിടുവാൻ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് നിലമ്പൂരിൽ നടത്തിയേ പറ്റൂ. ഇനി ആരാണ് ഷൗക്കത്തിനോട് സ്വരാജ് പരാജയപ്പെട്ട
പരാജയപ്പെട്ടാൽ പോലും അത് ഒരു ദയനീയമായിട്ടുള്ള പരാജയമാവരുത് എന്ന ഒരു ആഗ്രഹവും CPM-നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഉടൻ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പിലും കേവലം ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലും CPM-നും LDF-നും കേരളത്തിൽ വലിയ തിരിച്ചടിയാകുമെന്നൊരു തിരിച്ചറിവും CPM-നുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കുവാൻ സാധിക്കണമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് CPM-ന്റെ ഇപ്പോഴത്തെ മുന്നോട്ട് പോക്ക്. എന്നാൽ സ്വരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരിപൂർണ പരാജയമായിരിക്കും തനിക്ക് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റാരേക്കാളും അദ്ദേഹത്തിനും നല്ല ബോധ്യമുണ്ട്. എങ്കിൽ പോലും ആത്മഹത്യാപരമായിട്ടുള്ള ഈ ഒരു തീരുമാനം സ്വരാജ് എടുക്കുന്നതിന് പല സംഗതികളുമുണ്ട്. കാരണം സമീപഭാവിയിൽ നാമാവശേഷമാകാൻ പോകുന്ന പാർട്ടിയാണ് തൻ്റെ പാർട്ടി എന്നുള്ളൊരു തിരിച്ചറിവ് സ്വരാജിനുണ്ടല്ലോ. മുങ്ങാൻ പോകുന്ന കപ്പലിലെ ഏതാനും യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് താനെന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാം. അതുകൊണ്ട് സമീപഭാവിയിൽ രാഷ്ട്രീയത്തിൽ ശത്രുവോ മിത്രമോ ഇല്ലാത്തതിനാലും ഏത് നിലക്കുള്ള രാഷ്ട്രീയമായിരിക്കും ഇനി കേരളത്തിൽ രൂപപ്പെടുവാൻ പോകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവുമുണ്ട്. കാരണം പഴയ CPM അല്ല ഇപ്പോഴത്തെ CPM എന്നതിനാൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് അംഗത്തിന് തനിക്ക് പ്രസക്തിയുണ്ടോ എന്ന തോന്നലും ആകാം ഈ സ്വരാജ് ഈ 10 മാസക്കാലത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കുവാൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇതോടുകൂടി CPM-ന്റെ ബലിയാടെന്നോ ചാവേറെന്നോ നേർച്ചക്കോഴിയെന്നോ എന്നതിനുപുറം ജീവൻ നഷ്ടപ്പെടാത്ത CPM-ന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി സ്വരാജ് സ്വയം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.